ഹായ് ഡിയേഴ്സ്. ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് നമ്മുടെ നിത്യജീവിതത്തിൽ വളരെയധികം പ്രയോജനപ്പെടുന്ന ചില കാര്യങ്ങളാണ് കേട്ടോ. പ്രധാനമായിട്ടും നമ്മുടെ പല്ലുകളും മോണകളും സംബന്ധിക്കുന്ന എല്ലാ രോഗങ്ങൾക്കും ഒരു പ്രതിവിധിയായാണ് ഇന്നത്തെ വീഡിയോ നിർദ്ദേശിക്കുന്നത്. ഇത് നിത്യജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനോഹരമായിട്ടുള്ള പല്ലുകളായിരിക്കും കിട്ടുക. സാധാരണ കുട്ടികളിൽ കണ്ടുവരുന്ന ഒന്നാണ് പുഴുപ്പല്ല്, അല്ലേ? അപ്പോൾ അവരെത്രത്തോളം അതുകൊണ്ട് ബുദ്ധിമുട്ടുന്നുണ്ട്. അപ്പോൾ അതിനുള്ള ഒരു പരിഹാരം എന്ന നിലയ്ക്കും ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമാവും കേട്ടോ. അപ്പോൾ നല്ല ആരോഗ്യത്തോടു കൂടിയും നല്ല വെളുത്ത പല്ലുകളും നമുക്ക് സ്വന്തമാക്കാനായിട്ട് സാധിക്കും. അതുപോലെ വളരെ തീർച്ചയായിട്ടുള്ള മറ്റൊരു കാര്യം, ഈ രീതി നമ്മൾ പിന്തുടർന്ന് കഴിഞ്ഞാൽ നമുക്കൊരിക്കലും പല്ലുവേദന, മോണരോഗം എന്നിവ ഉണ്ടാവില്ല. നമ്മൾ പല്ല് തേക്കുന്ന സമയത്ത് സാധാരണ കാണുന്ന ഒന്നാണ് മോണയിൽ നിന്നുള്ള രക്തസ്രാവം. അപ്പോൾ ഇങ്ങനെയുള്ള പ്രശ്നമൊന്നും ഉണ്ടാവില്ല കേട്ടോ. ചുവന്നിരിക്കുന്ന മോണ, നല്ല നീര് വന്ന മോണ എന്നിവയൊക്കെ പലതരത്തിലുള്ള അണുബാധ മൂലമാണ് നമുക്കുണ്ടാവുന്നത്. അപ്പോൾ വായ്നാറ്റം, മോണ ഇറക്കം, അതായത് പല്ലുകൾ മോണയിൽ നിന്നും വിട്ടുപോകുന്നൊരവസ്ഥ, പല്ലുകൾക്കുണ്ടാവുന്ന കുലുക്കം, ഇതൊന്നും ഈ രീതി ഫോളോ ചെയ്താൽ ഉണ്ടാവില്ല. അപ്പം ഞാൻ ഈ പറയുന്ന മരുന്ന് നമ്മൾ സ്ഥിരമായിട്ട് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പല്ലിലുണ്ടാവുന്ന എല്ലാ പ്രശ്നങ്ങളെയും പരിഹരിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ വായ്നാറ്റം എന്ന് പറയുന്നത് പൊതുവേ ഉണ്ടാവുന്നത് പല കാരണങ്ങൾ കൊണ്ടായിരിക്കാം കേട്ടോ. അപ്പോൾ പ്രധാനമായിട്ടും നമ്മുടെ മൂക്കിലും വായിലും പിന്നെ സൈനസ് ഗ്രന്ഥിയിലും ഒക്കെ ഉള്ള തകരാറ് മൂലം നമുക്ക് വായ്നാറ്റം ഉണ്ടാവാം. അപ്പോൾ പല്ല് വൃത്തിയാക്കാത്തത് കൊണ്ടാവില്ല വായ്നാറ്റം ഉണ്ടാവുന്നത്. അപ്പോൾ അതിന് വേണ്ട ചികിത്സ നമ്മൾ തേടുക തന്നെ വേണം. അപ്പം നമ്മുടെ പല്ലുകൾക്ക് ഡബിൾ പ്രൊട്ടക്ഷൻ കിട്ടുന്ന ഒരു ടൂത്ത് പേസ്റ്റാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ ഉണ്ടാക്കുന്നതും നമ്മുടെ വീട്ടിലുള്ള സസ്യങ്ങളിൽ നിന്ന് തന്നെയാണ്. പ്രത്യേകിച്ചും 2 വൃക്ഷങ്ങൾ നിങ്ങളിപ്പോൾ കണ്ടു കാണും ഏതൊക്കെയാണെന്നുള്ളത്. എല്ലാ വീട്ടിലും കാണുന്ന പേരയും മാവും കേട്ടോ. അപ്പോൾ എല്ലാവർക്കും അറിയാം മാവിൻ്റെ ഒരു പ്രാധാന്യം എന്താണെന്ന്. മാവിലയാണ് നമ്മൾ നൂറ്റാണ്ടുകളായിട്ട് പല്ല് വൃത്തിയാക്കാൻ ഉപയോഗിച്ചിരുന്ന ഒരില. അതിൻ്റെ ഇലയിൽ നിന്നാണ് നമ്മൾ ഈ പേസ്റ്റ് തയ്യാറാക്കുന്നത്. അപ്പോൾ ഈ പേസ്റ്റ് തയ്യാറാക്കുന്ന പ്രോസസ്സ് എങ്ങനെയാണെന്ന് നമുക്കൊന്ന് നോക്കി വരാം. ഓക്കെ. അപ്പോൾ ഇതാ പേരയിലയും മാവിലയും കഴുകി വൃത്തിയാക്കി ഞാനിവിടെ എടുത്തിട്ടുണ്ട് കേട്ടോ. കുറച്ച് 10 എണ്ണം വീതം, രണ്ടും ഒരു 10 എണ്ണം വെച്ചെടുക്കുക. പ്രത്യേക കാര്യം, നല്ല മൂപ്പെത്തിയ ഇലയോ നല്ല തളിരിലയോ എടുക്കരുത് കേട്ടോ. ഒരു ഇടത്തരം സ്റ്റേജിലുള്ള ഇലകൾ വേണം കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. കാരണം ഇത് നമ്മൾക്ക് അരച്ചെടുക്കാനുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് അതൊന്ന് ശ്രദ്ധിക്കുക കേട്ടോ. ഇത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി കൊണ്ടുവന്നിട്ടുണ്ട്. പേരയിലയുടെ ഔഷധ ഗുണങ്ങൾ നമ്മൾക്കറിയാം. നല്ലൊരു ആൻറ്റി ബാക്ടീരിയലാണ്. നമ്മുടെ തലമുടിക്കാണെങ്കിലും ശരി, മുഖക്കുരു മാറുന്നതിനും എല്ലാം ഉപകരിക്കുന്ന ഒരു ഇലയാണ്. അപ്പോൾ ഇത് നമ്മുടെ പല്ലുകൾക്കും വളരെയധികം ഉപകാരപ്പെടുന്ന ഒന്നാണ്. മാവിലയും ചില്ലറക്കാരനല്ല കേട്ടോ. മാമ്പഴത്തേക്കാൾ ഔഷധമുള്ള ഒന്നാണ് മാവില. വൈറ്റമിൻ എ, ബി, സി, അതുപോലെ ആൻറ്റി ഓക്സിഡൻസ് എല്ലാം അടങ്ങിയ ഒന്നാണ് മാവിലയും. ഇതാ കഴുകി വൃത്തിയാക്കിയ മാവിലയും അതുപോലെ തന്നെ പേരയിലയും ചെറിയ പീസുകളായിട്ട് ഞാൻ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. കുറച്ച് ചേരുവകൾ കൂടി അതിൽ ചേർക്കണം. കുറച്ച് കുരുമുളക്, ഗ്രാമ്പു, ഉപ്പ്, മഞ്ഞൾപ്പൊടി, ഇത്രയും വേണം. അപ്പോൾ കുട്ടികൾക്ക് പുഴുപ്പല്ലൊക്കെ വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഇത് നമുക്ക് എന്നും യൂസ് ചെയ്യാൻ സാധിക്കും കേട്ടോ. അപ്പോൾ കുട്ടികൾക്ക് കൊടുക്കുമ്പോൾ കുരുമുളകിൻ്റെ ആ എരിവൊക്കെ അനുസരിച്ച് വേണം നിങ്ങൾ കൊടുക്കാൻ. വളരെ കുറച്ച് മാത്രം നിങ്ങൾ ചേർക്കുക. പ്രത്യേകം അത് ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ കുഞ്ഞുങ്ങൾക്കൊക്കെ പുഴുപ്പല്ല് വരാനുള്ള സാധ്യതയൊക്കെ കൂടുതലാണ് അല്ലേ. അപ്പോൾ ഇങ്ങനത്തെ ഉള്ള പേസ്റ്റുകളും കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുമ്പോൾ അത് നമ്മുടെ ആ ഒരു രീതിയെ തന്നെ അങ്ങ് മാറ്റിമറിക്കുകയാണ്. അപ്പോൾ അതെല്ലാം നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് ഈ ഒരു പേസ്റ്റിലോട്ട് അങ്ങ് മാറാൻ നോക്കുക കേട്ടോ. അപ്പോൾ ഇതാ കഴുകി വൃത്തിയാക്കി കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഇലകൾ ഓരോന്നായിട്ട് മിക്സിയിലോട്ട് അങ്ങ് ഇട്ട് കൊടുക്കുകയാണ്. ഇനി കുരുമുളകും ഗ്രാമ്പും ജസ്റ്റ് ഒന്ന് കല്ലിലൊന്ന് ചതച്ചതിന് ശേഷം അതിലിടുക കേട്ടോ. എങ്കിൽ മാത്രമേ അത് അതിനോടൊപ്പം ചേർന്ന് പേസ്റ്റ് രൂപത്തിലായി കിട്ടുള്ളൂ. ആവശ്യത്തിനുള്ള ഉപ്പും കുറച്ച് മഞ്ഞൾപ്പൊടിയും അതിനകത്തോട്ട് ഇടുക. ഇനി നന്നായിട്ടത് അരച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഇതാ നല്ല മണമുള്ള ഒരു ആയുർവേദ പേസ്റ്റ് ആയിട്ട് നമുക്കിത് കയ്യിൽ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ചെറിയ കുട്ടികൾക്ക്, നമ്മൾക്കറിയാം ചെറിയ കുട്ടികൾക്ക് പുഴുപ്പല്ലിൻ്റെ ഒരു പ്രശ്നം അവർക്ക് നന്നായിട്ടുള്ളതാണ്. പിന്നൊക്കെ പേസ്റ്റ് ഉപയോഗിച്ചിട്ടൊക്കെ സാധാരണ അവർ പല്ലൊക്കെ തേക്കാറുള്ള സമയത്ത് വായിൽ വിഴുങ്ങാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ ആ ഒരു പ്രശ്നങ്ങളൊക്കെ നമ്മൾക്ക് ഇതുമൂലം അങ്ങ് ഇല്ലാതാക്കി കളയാം കേട്ടോ. അപ്പോൾ ഇത് നമ്മുടെ മറ്റൊരു പാത്രത്തിലേക്ക് നമ്മൾ മാറ്റി അങ്ങ് വെക്കണം. ഫ്രിഡ്ജിൽ സൂക്ഷിക്കുക. ഇതിൽ നമ്മൾ പ്രത്യേകിച്ച് പ്രിസർവേറ്റീവ് ഒന്നും ചേർക്കുന്നില്ല. അപ്പോൾ ഇതിൽ എന്തെങ്കിലും പ്രിസർവേറ്റീവ് നമ്മൾ ചേർത്ത് കഴിഞ്ഞാൽ, അതായത് ഏതെങ്കിലും ഒരു രാസവസ്തു ഇതിൽ ചേർത്ത് കഴിഞ്ഞാൽ ഇത് കേടുകൂടാതെ ഇരിക്കത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ അതൊന്നും ചേർക്കാത്തത് കൊണ്ട് ഇത് കുറച്ച് ദിവസത്തേക്ക് ഒരു ചെറിയ അടപ്പുള്ള പാത്രത്തിലൊക്കെ ആക്കി ഫ്രിഡ്ജിൽ അങ്ങ് സൂക്ഷിക്കാവുന്നതാണ് കേട്ടോ. ആവശ്യത്തിനെടുത്ത് നമുക്ക് ഉപയോഗിക്കാനും പറ്റും.
ഓക്കെ. നമുക്ക് കുഞ്ഞുങ്ങൾക്കൊക്കെ കൊടുക്കുന്ന സമയത്ത് അവർക്ക് ഇതുപോലുള്ള ഒരു ബ്രഷൊക്കെ എടുത്ത് അതിൻ്റെ മുകളിൽ കുറച്ച് പേസ്റ്റൊക്കെ എടുത്ത് വെക്കുക കേട്ടോ. കുഞ്ഞുങ്ങളൊക്കെ വളരെ ആസ്വദിച്ച് ഇതുകൊണ്ട് പല്ല് തേക്കും. അധികം എരിവിടാതെ ശ്രദ്ധിച്ചാൽ മതി. കുരുമുളകിൻ്റെ എണ്ണമൊക്കെ കുറച്ചങ്ങ് കൊടുക്കുക. യാതൊരു വിധത്തിലുള്ള ദോഷവും ഇതുമൂലം അങ്ങ് ഉണ്ടാവുന്നില്ല. ഇപ്പോൾ നമ്മുടെ പല്ല് നന്നായിട്ട് വെളുക്കണം എന്നുണ്ടെങ്കിൽ അതിൽ കുറച്ച് കയ്യിലെടുത്ത് ചൂണ്ടുവിരലിലെടുത്ത് അങ്ങ് നന്നായിട്ട് തേച്ച് കൊടുത്താലും മതി കേട്ടോ. അപ്പോൾ കുഞ്ഞുങ്ങൾക്കായാലും മുതിർന്നവർക്കായാലും ഇങ്ങനെയൊക്കെ ചെയ്താൽ അത് കഴിഞ്ഞ് നമ്മുടെ പല്ലിലൊന്ന് തൊട്ട് നോക്കിയാൽ മനസ്സിലാവും വഴുവഴുപ്പെല്ലാം മാറി നല്ലൊരു ഗ്ലേസിങ് സൗണ്ട് നമുക്ക് പുറത്ത് വരും. ഒരിക്കലും നമ്മൾ പേസ്റ്റ് ഇട്ട് തേച്ച് കഴിഞ്ഞാൽ ഈ ഒരു എഫക്റ്റ് നമുക്ക് കിട്ടത്തില്ല കേട്ടോ. അപ്പോൾ എന്തെങ്കിലും കാരണം കൊണ്ട് ബ്രഷ് ഉപയോഗിക്കാൻ സാധിക്കാത്തവരുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി നമുക്ക് ഈ മാവിൽ തന്നെ ബ്രഷാക്കി അങ്ങ് മാറ്റാം. മാവില എടുത്ത് ചുരുട്ടി ഇതുപോലെ വെച്ച ശേഷം ഇതിൻ്റെ ഒരു വശം നമ്മൾ പല്ലുകൊണ്ട് തന്നെ എന്ത് ചെയ്യുക, ചതച്ചങ്ങ് എടുക്കുക. അപ്പോൾ ഒരു ബ്രഷ് പോലെ നമുക്കത് പിടിച്ചുപയോഗിക്കാവുന്നതാണ്. ഇതിൽ നമ്മൾ ഉണ്ടാക്കിയ പേസ്റ്റ് തേച്ച് നമുക്ക് പല്ലങ്ങ് വൃത്തിയാക്കാം കേട്ടോ. അപ്പോൾ വഴുവഴുപ്പെല്ലാം മാറി നല്ല വെണ്മയുള്ള പല്ല് കിട്ടും. ഇനി വായ്നാറ്റം ഉള്ളവർക്ക് നമ്മൾ ഉണ്ടാക്കിയ ഈ പേസ്റ്റ് ഉപയോഗിച്ച് തന്നെ നല്ലൊരു മൗത്ത് വാഷ് ഉണ്ടാക്കാം കേട്ടോ. ഇതുപോലെ ഒരു ഗ്ലാസ്സിലോട്ട് നമ്മളൊരു സ്പൂണ് ഈ പേസ്റ്റ് അങ്ങ് ഇട്ട് കൊടുക്കണം. അതിലേക്ക് ചൂടുവെള്ളം ചേർക്കുക. എന്നിട്ട് നന്നായിട്ട് അങ്ങ് ഗാർഗിൾ ചെയ്യുക കേട്ടോ. അതായത് നന്നായിട്ട് കുലുക്കുഴിഞ്ഞ് കളയുക. അപ്പോൾ കുറച്ചുകൂടി ഉപ്പൊക്കെ അങ്ങ് നന്നായിട്ട് ചേർത്ത് വായിൽ കൊണ്ടാൽ മോണരോഗവും മോണയിൽ നിന്നും പഴുപ്പോ രക്തമോ ഒക്കെ വരുന്നുണ്ടെങ്കിൽ എല്ലാം അങ്ങ് മാറിക്കിട്ടും. ഇത് ദിവസേന നമുക്ക് ചെയ്യാവുന്നതാണ്. രാവിലെയും രാത്രിയിലും ഇത് മുടങ്ങാതെ ചെയ്ത് കഴിഞ്ഞാൽ കംപ്ലീറ്റ് ആയിട്ട് നമ്മുടെ പല്ലിലുണ്ടാകുന്ന രോഗങ്ങളൊക്കെ മാറും. പല്ലുവേദന ഉള്ളവർ ഇത് സ്ഥിരമായിട്ട് ചെയ്യുക കേട്ടോ. പല്ലിലെ അണുബാധ കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് ഒഴിവാക്കാനായിട്ട് പറ്റും. അപ്പോൾ നമ്മുടെ പല്ലിനും മോണയ്ക്കെല്ലാം നല്ല ആരോഗ്യമൊക്കെ ഉണ്ടാവണമെങ്കിൽ ഇത്തരത്തിൽ നമ്മൾ സ്ഥിരമായിട്ട് ഉപയോഗിക്കണം. അപ്പോൾ നമുക്ക് ഒരിക്കലും അങ്ങനെയാണെങ്കിൽ അസുഖങ്ങൾ വരില്ല. നമ്മൾ കെമിക്കലായിട്ടുള്ള പേസ്റ്റുകൾ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്നത് മൂലം നമ്മുടെ ഇനാമലെല്ലാം പോകും, പല്ലിൻ്റെ ഒരുപാട് ശക്തി കുറഞ്ഞു പോകും. അപ്പോൾ ഇതുമൂലമാണ് നമുക്ക് മോണയിലും പല്ലിനുമൊക്കെ വേദനയും പ്രശ്നങ്ങളും പുളിപ്പും എല്ലാം ഉണ്ടാകുന്നത്. ഇനി അതുപോലെ തന്നെയാണ് നമുക്ക് പണ്ട് കാലം മുതൽ നമ്മുടെ പൂർവികർ നൂറ്റാണ്ടുകൾക്ക് മുന്നേ ഉപയോഗിച്ചു വന്ന ഒന്നാണ് നമ്മുടെ ഉമിക്കരി എന്ന് പറയുന്നത്. വളരെ ഈസി ആയിട്ട് നമുക്ക് ഉമിക്കരി ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഉമി എടുത്ത് കരിച്ച് നമുക്ക് ഇതുപോലെ ഉമിക്കരി അങ്ങ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഈ ഉമിക്കരിയിലോട്ട് കുറച്ച് കുരുമുളകും അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടിയും കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കഴിഞ്ഞാൽ നല്ല ഒന്നാം തരം പൽപ്പൊടി നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇതുപയോഗിച്ചാണ് എത്രയോ വർഷങ്ങളായിട്ട് കേരളീയർ പല്ലൊക്കെ തേച്ചിരുന്നത്. ഒരു 10-40 വർഷത്തോളമായിട്ട് നമ്മൾ അതൊക്കെ വിട്ടിട്ട് കേട്ടോ. ഇപ്പോൾ പേസ്റ്റിലും ബ്രഷിലും ഒക്കെ മാറി ഇപ്പോൾ. അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് ദന്തരോഗങ്ങളും കൂടിയിട്ടുണ്ട്, ഡെൻറ്റിസ്റ്റുകൾ കൂടിയിട്ടുണ്ട്, ദന്തരോഗ ആശുപത്രികൾ കൂടിയിട്ടുണ്ട്. അതെല്ലാം നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ നമ്മൾ അതിൽ നിന്നെല്ലാം മാറേണ്ട സമയമൊക്കെ കഴിഞ്ഞു. സെൻസിറ്റീവായിട്ടുള്ള ഒന്നാണ് പല്ലുകൾ. അതിനെ നമ്മൾ നല്ല രീതിയിൽ തന്നെ ശ്രദ്ധിക്കണം. പല്ല് വേദന വന്നു കഴിഞ്ഞാൽ ഒരിക്കലും നമുക്കത് സഹിക്കാൻ പറ്റാത്തൊരു വേദനയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇത് വരാതെ നോക്കുക എന്നത് നമ്മുടെ ഉത്തരവാദിത്വമാണ്. അപ്പോൾ ഉമിക്കരി കിട്ടിയില്ലെങ്കിൽ മാവിൻ്റെ ചെറിയ തടികളൊക്കെ കരിച്ച് അതിൻ്റെ കരിക്കട്ട എടുത്ത് പൊടിച്ച ശേഷം ഈ രീതിയിൽ തന്നെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇതെല്ലാം നമ്മുടെ പൂർവികർ ഉപയോഗിച്ചിരുന്നതാണ്. അപ്പോൾ ഇതിൽ നിന്നെല്ലാം മാറി പുതിയ കമ്പനികളും പേസ്റ്റുകളും എല്ലാം വന്നപ്പോഴാണ് നമ്മൾ പഴയ കാര്യങ്ങളൊക്കെ അങ്ങ് തള്ളി തുടങ്ങിയത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഞാൻ വൈൻഡപ്പ് ചെയ്യുകയാണ്. വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. ആദ്യമായാണ് ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എൻ്റെ ഈ ചെറിയ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും വളരെയധികം ഉപയോഗപ്പെട്ടു എന്ന് കരുതുന്നു. അപ്പോൾ എല്ലാവർക്കും ഒത്തിരി സ്നേഹത്തോടു കൂടി എല്ലാവർക്കും നല്ലത് മാത്രം വരട്ടെ എന്ന പ്രാർത്ഥനയോടു കൂടി നിങ്ങളിൽ ഒരാളായ ഞാൻ. ഓക്കെ, അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം കേട്ടോ. ഓക്കെ, ബൈ.